പലതരം തട്ടിപ്പുകളും വെട്ടിപ്പുകളുമെല്ലാം പലപ്പോഴും സിനിമകൾക്ക് പ്രമേയമാകാറുണ്ട്. എന്നാൽ ഒരു സിനിമയും ആ സിനിമ പ്രദർശിപ്പിക്കുന്ന തിയേറ്ററും തന്നെ തട്ടിപ്പിനിരയായാലോ? അതെ, അങ്ങനെയൊരു തട്ടിപ്പ് കേരളത്തിൽ അടുത്തിടെ അരങ്ങേറി. ആസിഫ് അലി നായകനായ രേഖാചിത്രം പ്രദർശിപ്പിക്കുന്ന കാസർകോട്ടെ കാനങ്ങാട് ദീപ്തി തിയേറ്ററിലാണ് ബുക്ക് മൈ ഷോയെ വരെ അമ്പരപ്പിച്ച വിദഗ്ധമായ തട്ടിപ്പ് നടന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒരു തിയേറ്റർ ഉടമ മറ്റൊരു തിയേറ്റർ ഉടമയ്ക്ക് നൽകിയ പണി, അങ്ങനെ വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം. ആ തട്ടിപ്പ് കഥ ഇങ്ങനെയാണ്. ആസിഫ് അലിയെ നായകനാക്കി ജോഫിൻ ടി ചാക്കോ സംവിധാനം ചെയ്ത രേഖാചിത്രം ഈ വർഷം ജനുവരി 9-നായിരുന്നു തിയേറ്ററുകളിലെത്തിയത്. ആ മാസം ഇറങ്ങിയതിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രമായാണ് രേഖാചിത്രം തിയേറ്ററുകൾ വിട്ടത്. കിഷ്കിന്ദ കാണ്ഡത്തിന്റെ വിജയത്തിനു ശേഷം വീണ്ടും ഒരു ഹിറ്റ്, അതായിരുന്നു ആസിഫിന് രേഖാചിത്രം. കാനങ്ങാട് VGM-ലും 2.5 കിലോമീറ്റർ അകലെയുള്ള കാനങ്ങാട് ദീപ്തി തിയേറ്ററിലും രേഖാചിത്രം റിലീസ് ചെയ്തിരുന്നു. 3 സ്ക്രീനുകളുള്ള മൾട്ടിപ്ലക്സും മറ്റ് തിയേറ്ററുകളും അടക്കമുള്ള ഗ്രൂപ്പാണ് കാനങ്ങാട്ടെ VGM. ദീപ്തിക്കാകട്ടെ 3 സ്ക്രീനുകളാണുള്ളത്. പടം മൊത്തത്തിൽ കയറി കൊളുത്തിയതോടെ കാനങ്ങാട്ട് 2ഇടത്തും രേഖാചിത്രം കാണാൻ തിരക്കേറി. ചിത്രം മികച്ച പ്രതികരണങ്ങളോടെ പ്രദർശനം തുടരുന്നതിനിടെയാണ് ജനുവരി 12-ന് കാനങ്ങാട് ഈ തട്ടിപ്പരങ്ങേറുന്നത്. സംഭവ ദിവസം ദീപ്തി തിയേറ്ററിലെ ജീവനക്കാർ നോക്കുമ്പോൾ ബുക്ക് മൈ ഷോയിലെ സീറ്റുകളെല്ലാം ഫുള്ളായിട്ടുണ്ട്. തിയേറ്ററിലെത്തി ടിക്കറ്റ് എടുക്കാൻ വന്നവരെയും സീറ്റുകൾ ഫുള്ളായതിനാൽ മടക്കി അയക്കേണ്ടി വന്നു. എന്നാൽ ഷോ തുടങ്ങുന്ന സമയത്തും തുടങ്ങിക്കഴിഞ്ഞും സിനിമ കാണാൻ ആരും എത്തിയതുമില്ല. തിയേറ്റർ ഉടമയും ജീവനക്കാരുമെല്ലാം ഇതെന്തോ സാങ്കേതിക തകരാറായിരിക്കുമെന്നാണ് വിചാരിച്ചത്. എന്നാൽ മോർണിംഗ് ഷോക്ക് പിന്നാലെ മാറ്റിനിയും മുടങ്ങി. കേരളം മൊത്തം ഹൗസ്ഫുള്ളായി രേഖാചിത്രം ഓടുമ്പോൾ സമീപത്തെ VGM-ൽ വരെ ഹൗസ്ഫുള്ളായിരിക്കുമ്പോൾ ദീപ്തിയിൽ മാത്രം ചിത്രം കാണാൻ ആരും വരുന്നില്ല. എന്നാൽ ടിക്കറ്റ് എല്ലാം ബുക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് കാണിക്കുന്നത്. ദീപ്തി തിയേറ്റർ ഉടമ KM രാജ്കുമാർ ആകട്ടെ ബുക്ക് മൈ ഷോയെ കോൺടാക്ട് ചെയ്ത് ഈ വിവരം അറിയിച്ചു. കൂടാതെ ഇതിലെന്തോ ക്രമക്കേട് നടക്കുന്നുണ്ടെന്ന് സംശയം തോന്നിയതോടെ ഹൊസ്ദുർഗ് പോലീസിലും പരാതി നൽകി. 1 മാസത്തോളം അവർ നടത്തിയ നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് ഇതൊരു തട്ടിപ്പാണെന്നുള്ള കാര്യം കണ്ടെത്തിയത്. ബുക്ക് മൈ ഷോയിലൂടെ ആ തട്ടിപ്പ് നടത്തിയതാകട്ടെ സമീപത്തെ മൾട്ടിപ്ലക്സ് അടക്കമുള്ള തിയേറ്റർ ഉടമകളായ VGM ഗ്രൂപ്പും. സൈബർ സെല്ലിന്റെ സഹായത്തോടെയാണ് ഹൊസ്ദുർഗ് പോലീസ് ബുക്ക് മൈ ഷോ വഴി VGM ഗ്രൂപ്പ് നടത്തിയ തട്ടിപ്പ് കണ്ടെത്തിയത്. ആ തട്ടിപ്പിനെ കുറിച്ച് പോലീസ് വിശദീകരിച്ചത് ഇങ്ങനെയാണ്. ബുക്ക് മൈ ഷോയിലൂടെ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ പണമടയ്ക്കാൻ 9 മിനിറ്റാണ് സമയം. ബുക്ക് ചെയ്ത സീറ്റുകൾ പണം അടക്കുന്നത് വരെയുള്ള സമയത്ത് മറ്റാർക്കും ബുക്ക് ചെയ്യാനും കഴിയില്ല. VGM തിയേറ്റർ ഉടമയാകട്ടെ തന്റെ ആളുകളെ ഉപയോഗിച്ച് രേഖാചിത്രം സിനിമയുടെ ദീപ്തിയിലെ ടിക്കറ്റുകൾ മുഴുവൻ ബുക്ക് മൈ ഷോയിലൂടെ ഇതുപോലെ ബുക്ക് ചെയ്യും. ശേഷം പണമടക്കാതെ 9-ാം മിനിറ്റിന് തൊട്ട് മുൻപ് ബുക്ക് ചെയ്ത ടിക്കറ്റ് മുഴുവൻ റദ്ദാക്കും. തുടർന്ന് അപ്പോൾ തന്നെ വീണ്ടും ബുക്ക് ചെയ്യും. ഇങ്ങനെ ഓരോ 9 മിനിറ്റിലും ദീപ്തി തിയേറ്ററിലെ സീറ്റുകൾ മുഴുവൻ VGM തിയേറ്റർ ഉടമയുടെ നിർദ്ദേശപ്രകാരം കുറച്ചുപേർ ബുക്ക് ചെയ്തുകൊണ്ടേയിരുന്നു. ഈ സമയം ദീപ്തിയിൽ ടിക്കറ്റ് എടുക്കാൻ ഓൺലൈനിൽ കയറിയവർക്കെല്ലാം മുഴുവൻ സീറ്റുകളും ബുക്ക് ചെയ്തതായാണ് കാണിച്ചത്. തിയേറ്ററിലെ ടിക്കറ്റ് കൗണ്ടറിൽ ചെന്നാലും ടിക്കറ്റ് എല്ലാം തീർന്നിട്ടുണ്ടാകും. ഇവിടെ ടിക്കറ്റ് കിട്ടാതെ വരുന്നതോടെ ദീപ്തി ഉപേക്ഷിച്ച് ആളുകൾ VGM-ലേക്ക് രേഖാചിത്രം കാണാൻ കൂടുതലായി എത്തുകയും ഇതോടെ കൂടുതൽ ഷോകൾ നടത്തിയും സാമ്പത്തിക മെച്ചമുണ്ടാക്കാം. ഇതായിരുന്നു ഹൗസ്ഫുള്ളായിട്ടും ദീപ്തിയിൽ ആരും സിനിമ കാണാൻ എത്താതിരുന്ന ആ തട്ടിപ്പിന്റെ പിന്നിൽ അരങ്ങേറിയത്. തുടർന്ന് കാനങ്ങാട് VGM തിയേറ്റർ ഉടമ PK ഹരീഷിനെതിരെ ഹൊസ്ദുർഗ് പോലീസ് കേസെടുത്തു. വിവിധ മൊബൈൽ നമ്പറുകൾ വഴി ബുക്ക് മൈ ഷോയിലൂടെ ടിക്കറ്റുകൾ ബുക്ക് ചെയ്തതിനാൽ ഇത് ആരൊക്കെയാണ് എന്ന് കണ്ടെത്താനായി സൈബർ സെല്ലിന്റെ സഹായത്തോടെയായിരുന്നു പോലീസ് പ്രതിയിലേക്ക് എത്തിയത്. VGM തിയേറ്റർ ഉടമയും സംഘവും തുടർച്ചയായി കുത്തിയിരുന്ന് മെനക്കെട്ടാണ് ഇങ്ങനെ ദീപ്തിയിലെ ടിക്കറ്റുകൾ ബ്ലോക്ക് ചെയ്തത്. സിനിമ ഓടി, എന്നാൽ കാണാൻ ആളുണ്ടായില്ല. പ്രതിയെ കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടേണ്ടിയും വന്നു. ഇതുപോലുള്ള തട്ടിപ്പ് മുൻപും നടന്നിട്ടുണ്ടെന്നാണ് കേസ് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളോട് പറഞ്ഞത്. തൊട്ടടുത്ത തിയേറ്ററിലെ ആളുകൾ ഇങ്ങനെ ചെയ്തപ്പോൾ അത്ഭുതപ്പെട്ടു പോയെന്നാണ് ദീപ്തി തിയേറ്ററുടെ ഉടമ രാജ്കുമാർ വ്യക്തമാക്കിയത്. രേഖാചിത്രം ഹൗസ്ഫുള്ളായി ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നടന്ന ഈ തട്ടിപ്പിലൂടെ ദീപ്തി തിയേറ്റർ ഉടമയ്ക്കും സിനിമയുടെ നിർമ്മാതാവിനുമെല്ലാം വലിയ സാമ്പത്തിക നഷ്ടമാണ് സംഭവിച്ചത്. കൂടാതെ നികുതി ഇനത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കും നഷ്ടമുണ്ടായി. ഇതിലൂടെ 8.5 കോടി രൂപ മുടക്കി നിർമ്മിച്ച രേഖാചിത്രം ആഗോളതലത്തിൽ 75 കോടിയിലേറെ നേടിയിരുന്നു. കിഷ്കിന്ദ കാണ്ഡത്തിന് ശേഷം ആസിഫ് അലിയുടെ കരിയർ 50 കോടി നേടിയ ചിത്രം കൂടിയാണ് രേഖാചിത്രം. മാർച്ച് 7-ന് സോണി ലിവിലൂടെ OTT റിലീസ് ചെയ്യുമെന്ന് അറിയിച്ചിരുന്ന ചിത്രം ഒരു ദിവസം നേരത്തെ തന്നെ OTT-യിലും എത്തിയിരുന്നു. തിയേറ്ററിന് പുറമെ OTT-യിലും മികച്ച അഭിപ്രായം നേടി പ്രദർശനം തുടരുകയാണ് രേഖാചിത്രം. സിനിമയിൽ AI ഉപയോഗിച്ച് ചിത്രീകരിച്ച മമ്മൂട്ടിയുടെ സീനുകൾ അടക്കം അതിന്റെ പെർഫെക്ഷൻ കൊണ്ട് സോഷ്യൽ മീഡിയയിൽ കയ്യടി നേടുന്നുമുണ്ട്.